എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ എപ്പോഴും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും അപ്ഡേറ്റുകൾ കൃത്യമായ രീതിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത്. നമ്മളത് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. ഈ വർഷം A+കളുടെ എണ്ണം കൂടും, വിജയ ശതമാനത്തിലും വർധനവുണ്ടാകും. അതുപോലെ തന്നെ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ്, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ, തംബ്നെയിലിൽ ആ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ ഈ തംബ്നെയിൽ മാറ്റി തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കും. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ SLC +1 +2 വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ, A+കളുടെ എണ്ണത്തിൻ്റെ വർധന ഉണ്ടാകുമോ, വിജയ ശതമാനം കൂടുമോ, അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നത്, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും വെച്ചു. തംബ്നെയിലിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാൽ നമ്മളത് വീഡിയോ നമ്മളെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തംബ്നെയിൽ മാറ്റിയിട്ട് ആക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ് നമ്മൾ SLCയുടെ കാര്യം തന്നെ ആദ്യം എടുത്തിട്ട് ശേഷം +2 ശേഷം +1 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് മാത്രം കണ്ടുകൊള്ളുക. നമ്മൾ ആദ്യം SLCയുടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ SLC വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വാല്യുവേഷൻ, നല്ല രീതിയിൽ മാർക്കും, നല്ല രീതിയിൽ A+ഉം വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് SLC വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ എന്ന് പറയുന്നത്. SLC വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ A+കളുടെ എണ്ണം കൂടുതലുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ആയാൽ പോലും വിദ്യാർത്ഥികളെ ഒരു കുഴപ്പിക്കുന്ന തരത്തിലുള്ള, കഴിഞ്ഞ വർഷമൊക്കെ മാത്സ് പോലുള്ള ചില വിഷയങ്ങളൊക്കെ വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് SLCയിൽ. പക്ഷേ എന്നാൽ ഈ വർഷം അത്രത്തോളം വിദ്യാർത്ഥികളെ കുഴപ്പത്തിലാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ക്യാമ്പിൽ നല്ല രീതിയിലുള്ള വാർത്തകളാണ് SLCയുടെ വാല്യുവേഷൻ നിന്ന് പുറത്തു വരുന്നത്. ഈ വാർത്തകൾ നമ്മൾ ഈ ദൈനംദിനം അപ്ഡേറ്റ് ചെയ്യുന്ന കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ദിവസേന കമൻറ്റും അല്ലാതെയൊക്കെ ചെയ്ത് കമൻറ്റും ഒക്കെ ഇടുന്നൊരു ചോദ്യം തന്നെയാണ്, SLC തോൽക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പേടി സ്വപ്നങ്ങളായിട്ട് പേടിയും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ കൃത്യമായിട്ട് അറിയിക്കുമ്പോൾ, ഒരുപാട് പേടിയൊക്കെ നമ്മളോട് വിദ്യാർത്ഥികൾ പറയുമ്പോൾ നമ്മൾ SLCയുടെ കേസിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് വിദ്യാർത്ഥികൾ എപ്പോഴും തന്നെ കമൻറ്റിൽ നമ്മളോടൊക്കെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. സാർ തോൽക്കുമെന്ന് നല്ല രീതിയിൽ പേടിയാകുന്നുണ്ട്, നല്ല രീതിയിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാർ ഫുൾ A+ കിട്ടുമോ എന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ പേടി സ്വപ്നവും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട്, വിഷമങ്ങളൊക്കെ നമ്മളോട് കമൻ്റായിട്ടും അല്ലാതെയൊക്കെ പറയുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് തന്നെയാണ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമുള്ള പ്രഷർ തന്നെയാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ടെൻഷനാണ്. ഫുൾ A+ കിട്ടുമോ, അതുപോലെ തന്നെ ജയിക്കുമോ, തൻ്റെ കൂടെ പഠിച്ചവരും സഹപാഠികളും ഒക്കെ നല്ല രീതിയിൽ എക്സാം എഴുതിയപ്പോൾ തന്നെ കൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല, അതായത് തോറ്റു പോകുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയുണ്ട്. അത് മാത്രമല്ല, പിന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആദ്യം ചോദിക്കുക, നിനക്ക് SLC ജയിച്ചോ, എത്ര A+ ആണ്. ഇപ്പം ഞാനൊക്കെ SLC പഠിക്കുന്ന ടൈമിലായാൽ പോലും SLC റിസൾട്ട് വന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുള്ള വിളി തുടങ്ങി. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നൊക്കെ ചോദ്യം ചോദിച്ചത്, എത്ര A+ ഉണ്ട്, എത്ര A+ ഉണ്ട്, വിജയ ശതമാനം എത്രയാണ്, ജയിച്ചോ എന്നൊക്കെയാണ്. അപ്പം നല്ല രീതിയിലുള്ള പ്രഷർ ഇപ്പോൾ SLC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു SLC അല്ലെങ്കിൽ ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രഷർ അവർക്ക് വരുന്നുണ്ട്. വിജയ ശതമാനം ഈ വർഷം കൂടാൻ സാധ്യതയുണ്ട്. SLCക്ക് നമ്മൾ എല്ലാ വർഷത്തെ കേസ് എടുത്താലും 90-99% വിജയമുണ്ട്. 40,000-അടുത്ത് എല്ലാ വർഷവും തന്നെ A+ ഉണ്ട്. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് ഒരുപാടുണ്ട്. kite.kerala.gov.in എന്ന വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ parishabhavan.kerala.gov.in എന്ന വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ
പിന്നെ ഐ എക്സാംസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്ക് SLC പരീക്ഷാഫലം ലഭ്യമാവും. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് SLC പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചത്. ആദ്യ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസം 8-ാം തീയതി SLC പരീക്ഷാഫലം പുറത്തു വന്നു. അപ്പോൾ ഈ വർഷം അതിലും നേരത്തെ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. എന്തായാലും നമ്മുടെ ചാനലിൽ SLC റിസൾട്ട് പബ്ലിഷർ എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കാം. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന നമ്പർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി നമ്മൾ പ്ലസ് ടുവിൻ്റെ കേസിലേക്കാണ്. SLC കഴിഞ്ഞാൽ പിന്നെ അടുത്ത റിസൾട്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ടേ വരുള്ളൂ. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എടുക്കുക. പ്ലസ് ടു റിസൾട്ട് കാര്യം എടുക്കുമ്പോഴും വാല്യൂഷൻ ക്യാമ്പിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അധ്യാപകരിൽ നിന്ന് വരുന്നത്. പിന്നെ പല വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ നല്ല രീതിയിൽ ചോദ്യം പോലും മനസ്സിലാത്ത രീതിയിൽ കുഴപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളിലും പത്രങ്ങളിലും പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികളെ കുഴപ്പിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ വാർത്തകൾ കണ്ടതാണ്. അപ്പോൾ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളെ കുഴപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയതാണ്. പക്ഷേ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാകാത്ത പറ്റാത്ത ബുദ്ധിമുട്ട് കാരണം എഴുതാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ഉള്ള പല ബുദ്ധിമുട്ടുകളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും വാട്ടെവർ, നമുക്കിപ്പോൾ അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് എനിക്ക് ഒത്തിരി കാര്യമാണ് പറയാനുള്ളത്. എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെയും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ആയിരിക്കണം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയും ഒന്ന് പാസ്സായി പോകുക ഒക്കെ ആയിരിക്കും. പാസിനെ കഴിഞ്ഞ് നല്ലത് പാസ്സല്ല, നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും അത്രത്തോളം സ്കോർ ചെയ്യണമെന്നാണ്. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും എങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ചോദിച്ചാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് പാസ് ആയിരിക്കരുത്. എന്തായിരിക്കണം, ഞാൻ ആദ്യം പറഞ്ഞ ജസ്റ്റ് പാസ് ആണ്. ജസ്റ്റ് പാസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കാൻ വന്നത്, അത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് എത്രത്തോളം കഴിവുണ്ടോ. ഇപ്പം നിങ്ങളുടെ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ടോട്ടൽ 1200 പ്ലസ് 1 600, പ്ലസ് 2 200, ടോട്ടൽ 1200 മാർക്ക്. ഈ 1200 എന്ന വലിയ സംഖ്യയിൽ എനിക്ക് എത്രത്തോളം മാർക്കാണോ സ്കോർ ചെയ്യാൻ സാധിക്കുക, ഈ 1200 എന്ന വലിയൊരു സംഖ്യ എന്ന നമ്പറിൽ നിന്നും ഇതിൽ എത്ര മാർക്ക് എനിക്ക് നേടാൻ സാധിക്കും, ഇതിൽ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ നേടിയെടുക്കും എന്നൊരു ലക്ഷ്യത്തോടെ ആയിരിക്കണം എപ്പോഴും പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എൻ്റെ കേസിന് എടുക്കുകയാണെങ്കിൽ എനിക്ക് 77% പ്ലസ് ടുവിലെ വിജയ ശതമാനം. എനിക്ക് എത്രയാണ്, ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിന്ന് എനിക്ക് 924. എൻ്റെ കഴിവിൻ്റെ പരമാവധി 924 ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ റിസൾട്ട് വിജയ ശതമാനം പ്ലസ് ടുവിൻ്റെ വിജയ ശതമാനം എടുക്കുകയാണെങ്കിൽ എപ്പോഴും 90-ൽ താഴെ മാത്രമാണ്. കാരണം പ്ലസ് ടുവും SLC തമ്മിലുള്ള SLCക്ക് എപ്പോഴും 99-ന് മേലെ വിജയ ശതമാനം, പ്ലസ് ടുവിന് എപ്പോഴും ഒരു 85 87 കാരണം SLCയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളെ CE മാർക്ക്, SLCയിൽ CE മാർക്ക് ഒരു കുട്ടിയെ ജയിക്കാൻ സഹായിക്കും. എന്നാൽ പ്ലസ് ടുവിൽ CE മാർക്ക് എന്ത് ചെയ്യില്ല, ഒരു കുട്ടിയെ ജയിക്കാൻ സമ്മതിക്കില്ല. CE മാർക്ക് കൊണ്ട് ജയിക്കാൻ സാധിക്കില്ല. പാസ് മാർക്കിനുള്ള വക എന്ത് ചെയ്യണം, പേപ്പറിൽ എഴുതി തന്നെ വാങ്ങണം. നിനക്ക് പാസ്സാവണോ എന്നാൽ നീ എന്ത് ചെയ്യണം, 80 മാർക്കിൻ്റെ എക്സാമിൽ 24-ഉം അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്ക് നീ എഴുതി വാങ്ങണം. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് പറഞ്ഞാൽ kerala.research.nic.in, kite.kerala.gov.in ഉണ്ട്. ഇതിലെല്ലാം പരീക്ഷാഭവൻ.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കും. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നവരാണെങ്കിൽ SLC പരീക്ഷാഫലത്തിന് തൊട്ടടുത്ത ആഴ്ച പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. അങ്ങനെ വരുമ്പോൾ SLC പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിലൂടെയാണ്. പ്ലസ് ടു പരീക്ഷാഫലം നിങ്ങൾക്ക് മെയ് 14-15 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും. കഴിഞ്ഞ വർഷം മെയ് മാസം 9-ാം തീയതിയാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. ഇനി പ്ലസ് വണ്ണിൻ്റെ കേസിലേക്ക് പോകണമെങ്കിൽ പ്ലസ് വണ്ണിൽ നിന്നും വാല്യൂഷൻ ക്യാമ്പിൽ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും വിജയ ശതമാനം കൂടും. പ്ലസ് വൺ എന്ന് പറയുന്നത് ഇപ്പം ഞാനൊക്കെ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, പൊതുവേ വിദ്യാർത്ഥികളുടെ മനസ്സിനുള്ളിൽ SLC കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ആഹ്ലാദവും ഒരു പ്രകടനമൊക്കെ ആണ് കൂടുതലും പ്ലസ് വൺ മുഴുവനായിട്ട് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉള്ളത്. പ്ലസ് വൺ ഞാൻ SLC കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെതായ ഒരു സന്തോഷവും അതിൻ്റെതൊരു SLC പോലെ അങ്ങ് ജയിച്ചു പോകും എന്നൊരു ഹാങ് ഓവറിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് കൂടുതൽ. എന്നാൽ പ്ലസ് ടുവിലെത്തി സപ്ലി അടിക്കുമ്പോഴാണ്, സപ്ലി വരുമ്പോഴാണ്, പ്ലസ് ടുവിലെത്തി കഴിയുമ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരും, സപ്ലി എത്തിക്കഴിയുമ്പോഴാണ് വിദ്യാർത്ഥിക്ക് ബോധം വരുന്നത്
എന്തായിരുന്നു? SLC പോലെ എന്ത് ചെയ്യാൻ പറ്റൂല? SLC പോലെ എന്ത് ചെയ്യാൻ പറ്റൂലടാ? +1 ജയിക്കൂല. SLC എന്ത് ചെയ്യും? SLC സിമ്പിളാണ് മക്കളെ. എൻ്റെ മക്കളെ SLC സിമ്പിളാണ്. കാരണം 40 മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മതിയെങ്കിൽ 10 മാർക്ക് സി, പിന്നെ 2 മാർക്ക് എടുത്താൽ മതി. 80 മാർക്കിൻ്റെ എക്സാമിൽ 20 മാർക്ക് സി, 4 മാർക്ക് എഴുതിയെടുത്താൽ മതി. 24 കിട്ടിയാൽ പാസ്സാവും. പക്ഷേ +2 അങ്ങനെയല്ല. 60 മാർക്കിൻ്റെ എക്സാം, 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും 60 മാർക്കിൻ്റെ എക്സാമിൽ 18 തന്നെ എഴുതി തന്നെ വാങ്ങണം. എന്നാൽ മാത്രമാണ് +1 കയറുക. അപ്പോൾ എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മെയ് മാസം 28-ാം തീയതിയാണ്. എല്ലാ വർഷവും ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് വരാറ്. കഴിഞ്ഞ വർഷം മാത്രം നേരത്തെ വന്നു. എന്തായാലും Kerala-Results.nic.in എന്ന വെബ്സൈറ്റിൽ മാത്രമാണ് +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. SLCയുടെയും +2ൻ്റെയും പോലെ ഒരുപാട് വെബ്സൈറ്റുകളിലൊന്നും വരില്ല. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഒരു മെയ് മാസത്തിന് പറ്റി. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് Scary, the founder of Scary for the career guide. Thanks for watching. Bye.